ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവരും ഹാപ്പി അല്ലേ? മീറ്റിംഗ് സ്റ്റോറി എന്നാണ് ചോദിച്ചിട്ട് ലോഗോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിന് വേണ്ടി മാത്രമായിട്ട്. എന്റെ കസിൻ അദ്വൈതാണ്. മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ലവ് മാരേജ് ആയിട്ടു കല്യാണം. പ്രകൃതിയുടെ രണ്ട് ബാഡ് ക്വാളിറ്റീസും ഗുഡ് ക്വാളിറ്റി. യു വെർ മൈ ക്രഷ് ഡ്യൂറിംഗ് കോളേജ് ഡേയ്സ് പ്ലാനിംഗ് ആണ് ഈ ക്വസ്റ്റ്യൻ. കേട്ടോ, ഒരു കുഴപ്പമില്ല കേട്ടോ. പെർഫെക്റ്റ്. സൂപ്പർ സംഗതിയാണ്. ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നും കൂടെ തന്ന അടുത്ത ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവരും ഹാപ്പി അല്ലേ? നമ്മളിന്നൊരു സ്പെഷ്യൽ വ്ളോഗായിട്ടാട്ടോ വരുന്നത്. ഒന്നുമല്ല, ക്യു ആൻഡ് എ സെക്ഷൻ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ടൈം ആയിട്ടാട്ടോ നമ്മൾ ഇടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചാനൽ മോണിറ്റൈസേഷനായി. അപ്പം ഞാൻ മോണിറ്റൈസേഷനായിട്ട് ഇടാമെന്ന് വെച്ചൊരു സെഗ്മെൻറ്റാണ് ക്യു ആൻഡ് എ. അപ്പോൾ ഒരു 1 വീക്ക് ബിഫോർ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആയിട്ടൊരു ക്യു ആൻഡ് എ സെക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് അനോണിമസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കാനായിരുന്നു. അതുകൊണ്ട് ആരൊക്കെ ചോദിച്ചു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ പ്രതീക്ഷയെക്കാളും വലുതായിട്ടാണ് കുറേ പേര് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇത്ര ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് സെലക്ട് ചെയ്തിട്ട്, എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട്, സെലക്ട് ചെയ്യാനല്ല, എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ എടുത്തിട്ട് ഞാനൊരു ബുക്കിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദീപക്കിനായിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാന്നുള്ളത്. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ദീപക്കിനുള്ളതുണ്ട്. അപ്പോൾ ആൾക്ക് വരാൻ നല്ല മടിയുണ്ട്. ഞാൻ പിടിച്ച് വലിച്ച് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആൾ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ആൾ പോകുന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഈ ക്യു ആൻഡ് എ എന്തായാലും ദീപകിനായിട്ടാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ചോദിച്ച എല്ലാവർക്കും, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെയധികം താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇപ്പം നമുക്കൊരു ചാനലിനൊരു സംഭവം യുണീക്കായിട്ട് ചെയ്യണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിന് വേണ്ടി മാത്രമായിട്ട്. എൻ്റെ കസിൻ അദ്വൈതാണ് കേട്ടോ അത് ചെയ്തത്. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് മെല്ലെ സെഗ്മെൻറ്റിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ അത് കണ്ടിട്ട് വരും. അപ്പോൾ ലോഗോ എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയായിട്ടില്ലേ? അപ്പം അദ്വൈതിനൊരു ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇത് ചെയ്തു തന്നതിന്. അവന് ഒരുപാട് ബിസി ആയിട്ടുള്ള ആളാണ്. പക്ഷെ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചതിന് എന്തായാലും ഒരുപാട് താങ്ക്സ്. അപ്പോൾ അത് ആളെത്തിയിട്ടുണ്ട്. ഹലോ ഗൈസ്. അതെ, അപ്പം ഞാൻ പിടിച്ചു വലിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. ഞാൻ സമയം ഉണ്ടായിട്ട് വന്നില്ല, അതുകൊണ്ടല്ല, ക്യാമറ ഫേസ് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ആൾക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യം ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോഴാണ് ക്വസ്റ്റ്യൻസ് ഞാൻ കാണിക്കുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ, വേണ്ട ഞാൻ ചോദിക്കാം എന്തായാലും. അപ്പൊ നമുക്ക് കിടന്നാലോ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട്? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ആരാ ചോദിച്ചതെന്ന് എനിക്കറിയില്ല, അനോണിമസ്ലി ആയിരുന്നു. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ വന്നിട്ട്, ഹലോ, ഹൂ ഈസ് ദ ഇൻസ്പിറേഷൻ ടു സ്റ്റാർട്ടിങ് എ യൂട്യൂബ് ചാനൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്തായാലും ഹായ്, ആരാ ചോദിച്ചുള്ളത് അവർക്ക് ഹായ്. ആരാ ഇൻസ്പിറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീപക്ക് എന്തായാലും വലിയൊരു ഇൻസ്പിറേഷനാണ് എനിക്ക്. കാരണം എന്താ പറയുക, ചാനല് ഞാനിങ്ങനെ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളായിരുന്നു ഞാൻ മാരേജിന് മുന്നേ. പിന്നെ അതിന് നമുക്ക് കുറച്ച് ഇപ്പം ചെടി വളരണമെങ്കിൽ കുറച്ച് വളമൊക്കെ ഇട്ടെടുത്ത് അത് വളരുമല്ലോ. അപ്പം കല്യാണം കഴിഞ്ഞപ്പം ദീപക്ക് അതിന് കുറേ ആയിട്ട് എനിക്ക് ഇൻസ്പിറേഷനും കുറേ കാര്യങ്ങളും ഒക്കെ തന്നു. പിന്നെ 2 ഫാമിലിയും അടിപൊളിയായിട്ട് സപ്പോർട്ടിങ് ആണ്. ഇപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവർക്കാണ് ഞാൻ ഫസ്റ്റ് അയച്ചു കൊടുക്കുക. അപ്പം 2 വീട്ടിലെ അച്ഛനമ്മമാർ പിന്നെ എല്ലാവർക്കും. അപ്പോൾ അവർ കണ്ടിട്ട് അഭിപ്രായം പറയും. പിന്നെ അത് വെറുതെ അവിടെ ഓണാക്കി വെക്കും. നമ്മൾ മോണിറ്റൈസേഷൻ ആവണായിട്ട് മുന്നേ വെറുതെ അവിടെ ഓണാക്കി വെക്കും, വ്യൂസ് കൂടിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വളരെ സപ്പോർട്ടീവായിട്ട് തന്നിട്ടുണ്ട്. പിന്നെ കുറേ കണ്ടൻറ്റൊക്കെ അവരുടേതായിട്ടുള്ള കണ്ടൻറ്റൊക്കെ നമുക്ക് പറഞ്ഞുതരും. അപ്പം ഇതന്നെയാണ് എൻ്റെ വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം എങ്ങനെയുണ്ട് ശരിക്കും ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നൊക്കെ? താങ്കളുടെ അഭിപ്രായം എന്ന് പറയൂ. അല്ല, നന്നായിട്ടുണ്ട്. നന്നായിട്ട് നല്ല കഴിവോട് കൂടി തന്നെ പ്രസന്റ് ചെയ്യുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. താല്പര്യം കൊണ്ട് തന്നെയല്ലേ ഞാൻ ചെയ്തത്? ചില താല്പര്യം കൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. ചിലപ്പോൾ പച്ച പിടിക്കാൻ ചാൻസ് ഉണ്ട്. അല്ല, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത്. അത് നമ്മൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ 4000 വാച്ച് അവേഴ്സ് ആവാനായിട്ട് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടി. പക്ഷെ നമ്മൾ ആ ഒരു വ്ളോഗ് ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടോന്നും അറിയില്ല. കാണാത്തവരാണെങ്കിൽ പോയി കാണണം. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒറ്റയ്ക്ക് രാത്രി നമ്മളെ
വർക്ക് പ്ലേസിൽ നമ്മൾ വീട്ടിലേക്ക് വരുന്ന ആ ഒരു നോമ്പിൻ്റെ ടൈമിലുള്ളത്. അപ്പം അതിട്ടപ്പം ഒരുപാട് പേര് കണ്ടു, ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു. അപ്പോൾ അതിലാണ് നമ്മൾ വാച്ചവേഴ്സ് അങ്ങ് ടാർഗറ്റ് അച്ചീവ് ആയത്. അപ്പോൾ അതിൽ നമ്മൾ മോണിറ്റൈസേഷനായി. ഇപ്പോൾ കുറച്ച് മുന്നേ മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളും ഒക്കെ ചെയ്തു. ഇനി നമുക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടാനുള്ള വെയിറ്റിംഗ് ആണ്. അപ്പം പിന്നെ നിങ്ങൾ ഒരുപാട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതൊരിക്കലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്യാനും ഒക്കെ കാരണങ്ങളുണ്ട്. അപ്പം ഒരുപാട് ബിഗ് താങ്ക്സ് ഉണ്ട്. അതിൻ്റെ കൂടി ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്ന ക്യൂൻ്റെ. അപ്പം താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് പറഞ്ഞില്ലല്ലോ. അത് കാണും, ഞാൻ പറഞ്ഞില്ലേ. എന്തായാലും ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഫസ്റ്റ് നിങ്ങൾ തന്നെയാണ്. ഞാനത് ഇൻസ്റ്റഗ്രാമിൽ എല്ലാവർക്കും വേണ്ടി ഞാൻ മോട്ടിവേഷൻ ആയ അന്ന് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ഞാൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഫസ്റ്റ് മീറ്റിംഗ് സ്റ്റോറി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ് സ്റ്റോറി ആയിരിക്കുമല്ലോ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒപ്പം പറയാം, ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനും കൂടി ഒപ്പം ഞാൻ ആൻസർ പറയാം. ഫസ്റ്റ് ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറേഞ്ച് മാരേജ് ആണ്. ഫസ്റ്റ് മീറ്റിംഗ് പെണ്ണ് കണ്ടിട്ടാണ്. അത് ഞാൻ പറയാം. ഒരുപാട് ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ, ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ ചോദിച്ചിട്ട്. മുന്നേ ഇൻസ്റ്റാഗ്രാമിലേക്ക് വേണ്ടി ഇട്ടപ്പോഴും ഞാൻ വ്യക്തമായിട്ടുള്ളൊരു ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ പറയാം, ഞങ്ങൾ അറേഞ്ച് മാരേജ് ആണ്. അത് ബ്രോക്കർ ത്രൂ ആണ് വന്നത്. നമ്മൾ രണ്ടുപേരും മാട്രിമോണിയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കേരള മാട്രിമോണി വെച്ച് നമ്മൾ കണ്ടിട്ടും പ്രൊഫൈൽ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു അറേഞ്ച് മാരേജ് സ്റ്റോറി എന്ന് പറയുന്നത് ഒരുപാട് വലുതാണ്. അത് ഈ ക്യൂഎൻഡി 2.5 വർഷമായിട്ട് ഞാനിങ്ങനെ കല്യാണം അന്വേഷിച്ച് നടന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അവസാനം വന്നിട്ടുള്ള ആളാണ് ദീപക്. അപ്പോൾ അത് നിങ്ങളോട് പറയാൻ ഇപ്പം. അപ്പോൾ അറേഞ്ച് മാരേജ് ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് അത് പറയാനുള്ള ഒരു ടൈമില്ല. നമുക്കിപ്പം ക്യൂഎൻഡി ചെയ്യാം. അപ്പോൾ അറേഞ്ച് മാരേജ് ഇങ്ങനെ മീറ്റിംഗ് സ്റ്റോറി എന്ന് പറയുമ്പം ഒരു ബ്രോക്കർ ഉണ്ട് നമുക്ക് രണ്ടാൾക്കും അറിയുന്ന. അപ്പം ആള് എൻ്റെ വീട്ടിൽ അച്ഛനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു ചെക്കനുണ്ട് തിരൂരാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കാണാൻ വന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ എസ് എന്ന് പറഞ്ഞു. ആളടുത്ത് എന്താ ദീപകിനോട് എന്താ ബ്രോക്കർ പറഞ്ഞ ആ സമയത്ത്? അല്ല, എന്നോട് തന്നെ പറഞ്ഞു ഒരു വളാഞ്ചേരിയിലൊരു പെണ്ണ് കാണാൻ പോകുന്നത്. കാരണം എൻ്റെ ലീവ് കഴിയാറായിട്ടുണ്ടായിരുന്നു. ലീവിന് വന്നതായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആള് വന്നു, കണ്ടു. പിന്നെ എനിക്ക് ഇതൊരു ശീലം, ഒരുപാട് പെണ്ണൊന്നും കണ്ടിട്ടില്ല കേട്ടോ, പെണ്ണ് കാണാനൊന്നും വന്നിട്ടില്ല. പക്ഷെ ഉള്ളത് വെച്ച് ദീപക് രണ്ടാമത്തെയൊക്കെ ആയിട്ടാണ് എന്നെ കാണാൻ വന്നത്. ഞാനൊരു 20 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ വന്നു. നമ്മളോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ പറയുമല്ലോ, ചായ ഒന്നും എടുത്ത് കൊടുത്ത് അങ്ങനെയല്ല കേട്ടോ. ജസ്റ്റ് പോയി കണ്ടു, എന്നിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഒറ്റയ്ക്ക് സംസാരിക്കാൻ പറഞ്ഞപ്പം ആളത്ര അങ്ങനെ സംസാരിക്കുന്ന ടൈപ്പല്ല. പക്ഷെ ഞാൻ ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ പോയി നമ്മൾ നോർമലി ആയിട്ട് അന്ന് ഞാൻ എന്തോ കോഴ്സ് ചെയ്യായിരുന്നു, ആ കോഡിങ്ങിൻ്റെ കോഴ്സ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. പിന്നെ പിറ്റേ ദിവസം ജാതകം ഒത്തൊന്നും പറഞ്ഞ് വിളിച്ചു. ഞാൻ നോർമലി എല്ലാം ജാതകം ഒത്തില്ല എന്ന് പറഞ്ഞ മാതിരി പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ ജാതകം ഒത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കിളി പോയി കേട്ടോ. അങ്ങനെ നമ്പറും എടുത്തിട്ട് വിളിച്ചപ്പോൾ നല്ല സംസാരിച്ചു. അപ്പോൾ നമുക്ക് ആളൊരു വൈബാണ് എന്നുള്ളൊരു ഇത് തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ നോർമലി പിന്നെ നമ്മളെ കല്യാണം ഒരു 1 വർഷം കഴിഞ്ഞിട്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ സ്റ്റോറി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദീപകിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം? കാരണം എന്താ, ഞാൻ പറഞ്ഞല്ലോ ഫോൺ ചെയ്ത്. കാരണം ഒന്നുമില്ല, നല്ല സംസാരിക്കുന്നു, നല്ല ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ കോൾ ചെയ്ത സമയത്ത് നന്നായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഞാൻ വീണത്. പിന്നെ നന്നായി എല്ലാം തുറന്നു പറഞ്ഞു ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അത് നല്ല അടിപൊളി ഫ്രണ്ട്ലി. അപ്പോൾ അതിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു. ഓക്കെ, ഇനി അടുത്ത ദീപകിൻ്റെ അടുത്താണ്. രേവതിയുടെ 2 ബാഡ് ക്വാളിറ്റീസും ഗുഡ് ക്വാളിറ്റീസും. രേവതിയുടെ 2 ബാഡ് ക്വാളിറ്റീസ് ഫസ്റ്റ് പറയാം. ഭയങ്കര ഓവർ തിങ്കിങ് ആണ്. പിന്നെ അതിൻ്റെ കൂടെ വേറെ എന്താ, അല്ല ഒരുപാടുണ്ട് ബാഡ് ക്വാളിറ്റീസ്. പിന്നെ ഓവർ തിങ്കിങ് ആണ്, അതെനിക്ക് പറയാം. ഞാൻ ഓവർ തിങ്കിങ് ആണെന്നുള്ളത് അത് തന്നെ ബാഡായിട്ടുള്ളൂ. വേറെ ബാക്കിയുള്ളതൊക്കെ പെർഫെക്റ്റാ. ഗുഡ് ക്വാളിറ്റി ബാക്കിയുള്ളതൊക്കെ അത് പറയണം. അപ്പൊ ഗുഡ് ക്വാളിറ്റീസ് അറിയാം.
ഗുഡ് ക്വാളിറ്റീസ് പറഞ്ഞാൽ വീട്ടിൽ ഫാമിലി ആയിട്ടൊക്കെ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ഇപ്പോൾ തിരൂരാണെങ്കിലും വളാഞ്ചേരി ആണെങ്കിലും ഒരേപോലെ തന്നെ അവൾ കെയർ ചെയ്യുന്നത് സംസാരിക്കുന്നതൊക്കെ എനിക്ക് നല്ല പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. ഇടയ്ക്കിനോട് പറയാറുണ്ട്. പിന്നെന്താ വെച്ചാൽ ഇപ്പോൾ വർക്കിലാണെങ്കിൽ തന്നെ ഭയങ്കര സീരിയസ് ആയിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക, അതൊക്കെ നല്ല ക്വാളിറ്റിയാണ്. എന്നെ കെയർ ചെയ്യുന്നത് അത് പറയാനുണ്ടല്ലോ. ഓക്കെ, പിന്നെ ഞാൻ ദീപകിനോടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുകയാണ്. എന്തായാലും ഇവിടെ ഇരുന്ന് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആളെ പറഞ്ഞ് വിടണം, അല്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ദീപകിന്റെ എഡ്യൂക്കേഷനാണ് ചോദിച്ചിട്ടുള്ളത്. എഡ്യൂക്കേഷൻ ഞാൻ മെക്കാനിക്കലാണ്, ബിടെക് മെക്കാനിക്കലാണ് കഴിഞ്ഞത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇത് ആര് ചോദിച്ചതാന്ന് എനിക്കറിയില്ല. ഞാൻ വായിക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ അല്ല, സംതിങ്. ഞാൻ വരാം. You were my crush during college days and now I am happy for you. അത് ഇവിടെ ഫേക്ക് അക്കൗണ്ടിൽ ഇട്ട ക്വസ്റ്റ്യൻ അല്ല. ഇതാരാ ചോദിച്ചത് എനിക്ക് അറിയില്ല. ചിലപ്പോ എന്റെ ഫ്രണ്ട്സ് ആയിരിക്കണം, കാരണം ഇവള് 10th ഫോട്ടോ കണ്ടാൽ എനിക്ക് മനസ്സിലാവും. ഞാൻ വളരെ മോശമായിട്ടാ കോളേജിലൊക്കെ പോയിരുന്നത്. മുടിയൊക്കെ ഇങ്ങനെ പറ്റിപ്പിച്ച് എല്ലാ ഫ്രണ്ട്സ് എല്ലാം പറയും ഇപ്പൊ ഉണ്ടായ മാറ്റത്തെ കുറിച്ച് പറയാറുണ്ട്. അപ്പോ ഇത് വായിച്ചപ്പോ എനിക്ക് ആരാ ചിരിയ വന്നത്. എന്തായാലും അനോണിമസ് ഇട്ടോണ്ട് എനിക്ക് ആരാന്ന് കാണാനും പറ്റില്ല. എനിവേ ഐ ഡോണ്ട് നോ. പിന്നെ എനിക്ക് അങ്ങനെ ആരും വന്നിട്ട് ക്രഷ് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇത് ആരാന്നറിയില്ല. എന്തായാലും ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദീപകിന്റെ 5 ക്വാളിറ്റീസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദീപകിന്റെ 5 ക്വാളിറ്റീസ്. 5 പറയണോ? 5 വേണ്ട, 2 പോരെ. ആള് ഇതേപോലെ എന്താ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഭയങ്കര ഓപ്പൺ ആയിട്ടെല്ലാം പറയും. പിന്നെ കെയറിങ് ആണ്. അല്ല കെയറിങ് ആണ്. ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ വെയ്യെങ്കിലൊക്കെ ഒന്ന് കുക്ക് ചെയ്യണ്ട, അല്ലെങ്കിൽ ചിലപ്പോൾ ആള് കുക്ക് ചെയ്യും, കിടന്നോ അങ്ങനെയൊക്കെ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മൾ വഴക്കൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആള് പെട്ടെന്ന് അത് സോർട്ട് ഔട്ട് ചെയ്ത് അത് പെട്ടെന്ന് വേക്കപ്പോ. ഞാൻ പെട്ടെന്ന് അങ്ങനെ മറക്കില്ല, പക്ഷെ ആളത് മറന്ന് നോർമലി കോമഡി ഒക്കെ പറഞ്ഞ് അത് സെറ്റാക്കും. പിന്നെ ഭയങ്കരമായിട്ട് ക്ഷമയുണ്ട് കേട്ടോ. ഞാൻ എന്നാ നന്നായി ക്ഷമയുണ്ട്. ഞാൻ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ എന്താ അതിനൊക്കെ എപ്പോഴോ ദേഷ്യപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ വരും, പക്ഷെ ആൾ ഭയങ്കര ക്ഷമിച്ചിട്ടിരിക്കും. സോ ഹാപ്പി ഫോർ. താങ്ക് യു. ഇപ്പം 5 ആയില്ല, 5 ആയിന്ന് വിചാരിക്കുന്നു. അത്രയൊക്കെ മതി. ഞാൻ ദീപകിനെ വേഗം പറഞ്ഞയക്കട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല, എനിക്ക് പ്രശ്നം വരും. യു ആർ വൺ ഓഫ് മൈ ഫേവറേറ്റ് യൂട്യൂബർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു അറിയില്ല. എനിവേ താങ്ക് യു ആരായാലും. അങ്ങനെ യൂട്യൂബർ എന്നൊക്കെ പറയാനായോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമ്മൾ വ്ളോഗ് പിന്നെ എനിക്ക് 2-3 സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പേഷ്യൻസിനെയൊക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ യൂട്യൂബർ ആണോ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ് 3 മലയാളീസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനതെനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഓൾറെഡി ഞങ്ങൾ സബ്സ്ക്രൈബറാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര അടിപൊളി സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. ഞാനിങ്ങനെ യൂട്യൂബ് തുടങ്ങിയിട്ട് വരുന്ന 2-3 ആൾക്കാരാണ്. പിന്നെ അപ്പോൾ നമ്മളിങ്ങനെ ചെറുതായിട്ടൊക്കെ അറിയാൻ തുടങ്ങിയെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, താങ്ക് യു. ഇനി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ കുക്ക് മോസ്റ്റ്. രേവതി തന്നെ കുക്ക് ചെയ്യും നന്നായിട്ട്. നന്നായി കുക്ക് ചെയ്യും. നന്നായി കുക്ക് ചെയ്യും. താങ്ക് യു. എൻ്റെ ഒരു ഫേവറേറ്റ്, ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഫേവറേറ്റ് ഡിഷ് പറയൂ. അയ്യോ, അതങ്ങനെ ഒന്നായിട്ട് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാക്കി പറയുന്നു. ഇല്ല, ചിക്കൻ റോസ്റ്റ് ഒക്കെ നന്നായിട്ട് ഉണ്ടാക്കും. ഇന്ന് കൂന്തൽ റോസ്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ബേബി പ്ലാനിങ് ആണ്. ഈ ക്വസ്റ്റ്യൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഉദ്ദേശം എന്നറിയില്ല. അത് അല്ല, പൊതുവേ ഉള്ള ചോദ്യമാണ് അത്. അധികം കാര്യമാക്കി എടുക്കാതിരുന്നാൽ സമയമാകുമ്പോൾ എല്ലാം നടക്കും. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ ദീപക്കുമായി പറയേണ്ട ക്വസ്റ്റ്യൻസ്. ഇനി ദീപക് ഇരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ആള് എനിക്ക് കുറച്ച് അതുകൊണ്ടല്ല, ആള് ഭയങ്കര ഷൈയും എന്താ അറിയില്ല, ഭയങ്കര അൺകംഫർട്ട്. എൻ്റെ അടുത്ത് വേഗം ചോദിച്ച് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കുറേ ഇരുത്താൻ ശ്രമിക്കും. നമുക്ക് സമാധാനമായിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. അത്ര ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല എന്നാലും. 10th ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെയാണ് ചോദിച്ചിട്ടുണ്ട്. ഇത് 10th ആരോ ചോദിച്ചതാണ്, ആരാന്നറിയില്ല. 10th
എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇയർ ആയിരുന്നു 10th, അതായത് സ്കൂൾ ടൈം എന്ന് പറയുന്നത്. ഞാൻ എന്താ പറയുക, ഇപ്പോഴും മറക്കാത്തതും അതുപോലെ എനിക്ക് അടിപൊളി ഫ്രണ്ട്സിനെ കിട്ടി. എപ്പോഴും ആ ഫ്രണ്ട്സിനെ കീപ്പ് ചെയ്യുന്നുണ്ട് കുറേ പേരെ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും അടിപൊളിയായിരുന്നു 10th ഗ്യാങ് എന്ന് പറയുന്നത്. എന്നാലും കുറേ പേരെന്ന് പറയുമ്പം എപ്പോഴും കോണ്ടാക്റ്റുള്ള ഒരുപാട് പേരുണ്ട്. ആ ക്ലാസ്സിൽ കുറേ അഖിലുണ്ട്. അഖിൽ സുരേഷ് എന്ന് പറഞ്ഞ 2 ആൾക്കാരുണ്ട്. പിന്നെ അഖിൽ, പിന്നെ റിഷാദ്, അർജുൻ, ആതിര, സാന്ദ്ര, നയന, അങ്ങനെ കുറേ പേരെ ഞാൻ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. സാബിറ, അശ്വതി ഒക്കെ. പിന്നെ ഇപ്പം എന്താ, വൈശാഖ്, ഈ കുറേ പേരെ ഞാൻ വിട്ടുപോയാൽ ഇനിയിപ്പോൾ അവരെന്നെ പ്രശ്നമാക്കും. എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഓക്കെ. 10th ഞാൻ എവിടെ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭാരതീയ വിദ്യാഭവനിലാണ് കേട്ടോ പഠിച്ചത്. നമ്മളെ വളാഞ്ചേരി തന്നെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളാഞ്ചേരിയെ കുറിച്ച് 2 വാക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തിനാ 2 വാക്കാക്കണേ, ഒരുപാട് പറയാം. ഈ ഒരു വീഡിയോ ദീപക്ക് അവിടെ നിന്ന് നോക്കണം കേട്ടോ. അപ്പോൾ വളാഞ്ചേരിനെ ഞങ്ങളെപ്പോഴും വളാഞ്ചേരി തിരൂർ എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാവാറുണ്ട്. ലൈക്ക് വളാഞ്ചേരി അങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ ദീപക് പറയും തിരൂർ അതിലും വലുതുണ്ട് അങ്ങനെ. അപ്പോൾ ഓക്കെ, വളാഞ്ചേരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലമാണ്. ഞങ്ങൾ ഈവനിങ് നമ്മളെ അടുത്ത് പാടമുണ്ട്, പാടം, തോട്, കുളമൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഈവനിങ് നമ്മൾ അടുത്തുള്ള ഫ്രണ്ട്സുമായിട്ട് കുറേ നേരം ആ പാടത്ത് പോയിരിക്കും. അപ്പോൾ അമ്പലത്തിൽ നിന്ന് പാട്ട്, ഇതൊക്കെ അടിപൊളിയാണ്. അപ്പം എന്താ പറയുക, ഇറ്റ്സ് എൻ ഇമോഷൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് കേട്ടോ വളാഞ്ചേരി. ഒരുപാട് ഓർമ്മകൾ. ഈ ഒരു എനിക്കങ്ങനെ എടുത്തെടുത്ത് പറയാനൊന്നും പറ്റില്ല. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ സീക്രട്ട് ഓഫ് കോൺഫിഡൻസ് ചോദിച്ചിട്ടുണ്ട്. സീക്രട്ട് ഓഫ് കോൺഫിഡൻസ് എന്ന് പറയുമ്പം അങ്ങനെ എനിക്കത്ര ഞാൻ അങ്ങനെ കോൺഫിഡൻസ് എന്നുള്ള ആളല്ല. ഇപ്പോൾ ദീപക്ക് പറഞ്ഞില്ലേ എൻ്റെ നെഗറ്റീവ് ഓവർ തിങ്കിങ് ആണെന്ന്. അങ്ങനെ ഇപ്പം ഒരു ടാസ്ക് ഒക്കെ തരികയാണെങ്കിൽ ഞാനത് കോൺഫിഡൻസോടെ ഒന്നും കൂടി ഞാൻ ചെയ്യൊന്നുമില്ല. അത്ര കോൺഫിഡൻസ് ഉള്ള ആളൊന്നുമില്ല. പിന്നെ ഈ യൂട്യൂബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു മറുവശത്ത് നിങ്ങൾ ഒരു വ്യക്തി ഇല്ലല്ലോ. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഒരു കല്യാണത്തിന് പോവുകയാണെങ്കിലും ഒക്കെ ഞാൻ അധികം സംസാരിക്കുകയൊന്നുമില്ല. ഞാൻ സ്റ്റിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ യൂട്യൂബ് എന്ന് പറയുമ്പോൾ ഞാൻ ക്യാമറയുടെ മുന്നിലാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. നിങ്ങളെ ആരും കാണുന്നില്ല, ആരും നേരിട്ടിട്ടില്ല ഒക്കെ. അപ്പോൾ അതിനെനിക്ക് കുഴപ്പമില്ല. ബാക്കി ഒരു ആൾക്കൂട്ടത്തിൽ ഇടയിൽ ചെല്ലി നിൽക്കുമ്പോഴൊന്നും ഞാനധികം ബാക്ക്വേർഡ് തന്നെയാണ്. അതിൽ അങ്ങനെ കോൺഫിഡൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരാൾ തന്നെയാണ്. ചെറുതായി ചോദിക്കുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ കോൺഫിഡൻസ് ലൈക്ക്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ അല്ല, സെൻറ്റൻസ് പോലെ. പ്ലീസ് ലെറ്റ് മീ വിത്ത് യുവർ ഫ്രണ്ട്. ഓഫ് കോഴ്സ്, നോ പ്രോബ്ലം. അതിനിപ്പോൾ എന്താ, ആരെ ചോദിച്ചതെന്ന് എനിക്കറിയില്ല. ഐ എം ഓക്കെ. പിന്നെ എങ്ങനെയാണ് ഫ്രീ ടൈം എങ്ങനെയാണ് സ്പെൻഡ് ആക്കാൻ ഇഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫ്രീ ടൈം നമ്മൾ ഇപ്പം വർക്കാണെങ്കിലും ദീപകിന് എനിക്ക് ഒരേ ടൈമൊന്നുമല്ല, ഡിഫറെൻറ്റ് ടൈമാണ് സ്പെൻഡ്. ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബുള്ള കാരണം നമ്മൾ കൂടുതലും യൂട്യൂബിൽ എന്തെങ്കിലും കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും 2 ആളുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കും, കാണും, പിന്നെന്താ കുക്ക് ചെയ്യും, പുറത്തു പോവും ഒക്കെ. ചിലപ്പോൾ മടിയാവും പുറത്തു പോകാനൊക്കെ ആയിട്ട്. ഇങ്ങനെയൊക്കെ തന്നെ ഫ്രീ ടൈം സ്പെൻഡ് ചെയ്യുക. എല്ലാ ഫ്രീ ടൈം ഒന്നും കിട്ടാറില്ല വർക്കുള്ള കാരണം. UAE വന്നിട്ടുണ്ടായ ഒരു ഗുഡ് എക്സ്പീരിയൻസും ആൻഡ് ബാഡ് വൺ ചോദിച്ചിട്ടുണ്ട്. ഗുഡ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ ഒറ്റയ്ക്ക് വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നത്. അത് തന്നെ ഗുഡ് എക്സ്പീരിയൻസ്. ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക് നടക്കുമ്പോഴും അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ആർക്കും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു പെൺകുട്ടി രാത്രി ഒറ്റയ്ക്ക് നടന്നു വന്നു, അത് UAE ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ നടന്നത്. നല്ല സെക്യൂരിറ്റി, എവിടെ നോക്കിയാലും ക്യാമറ. അപ്പം നമുക്കങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോഴൊക്കെ ഭയങ്കര ഫ്രീഡം ആയിട്ട് തോന്നും. അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. അതുതന്നെ ഗുഡ് എക്സ്പീരിയൻസ്. ഇനി എവിടെ പോവുകയാണെങ്കിലും ഒരാളങ്ങനെ ഫോക്കസ് ചെയ്യില്ല ആരും. എല്ലാവരും അവരവരെ ജീവിതം, അവരവരെ ടൈം സ്പെൻഡ് ചെയ്യൽ ഒക്കെ ആയിട്ട് നടക്കും. സോ അത് നല്ലൊരു ഇതാണ്. ഞാൻ ബാഡ് വൺ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എന്തായാലും ഇപ്പം ഇവിടെ പറയുന്നില്ല. നിങ്ങളുടെ അടുത്ത് പറയണം ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അത് ഞാനിപ്പം ടൈം ആയിട്ടില്ല. ടൈം ആകുമ്പോൾ ഞാൻ പറയാം. അടിപൊളിയായിട്ടൊരു ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് UAE വന്നിട്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അത്
ഉണ്ടാവുമെന്ന്. ഞാൻ അത്രയും കുറച്ച് ബാഡായിട്ടുള്ള നെഗറ്റീവ്സ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്തായാലും എനിക്കത് പറയാൻ പറ്റില്ല. ഞാൻ പറയും വൺസ് എന്തായാലും നിങ്ങളുടെ അടുത്ത് അത് പറയണമെന്നുണ്ട്. അപ്പം ഞാൻ പറയാം. ഓക്കെ, എൻ്റെ ലൈഫിൽ തന്നെ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതിപ്പോൾ ഈ ഒരു ഗുഡ് ആയിട്ട് ടൈമിൽ ഞാൻ പറയുന്നില്ല. ഓക്കെ, എനിവേ സർപ്രൈസ് വിസിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. സർപ്രൈസ് വിസിറ്റ് അടിപൊളിയായിരുന്നു. ഒരുപാട് പേര് ചോദിച്ചോ നിങ്ങൾ വെറുതെ പോയതാണോ, എന്താ പെട്ടെന്ന് വന്നതെന്നുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്ളോഗിൽ തന്നെ, നമുക്ക് 5 ദിവസത്തെ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പം, ഫ്രീ ലീവ് കിട്ടിയപ്പം നമ്മൾ പോകുന്നതാണ്. എന്തായാലും സർപ്രൈസായിട്ട് നാട്ടിലേക്ക് പോകണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നെങ്കിലും. അപ്പോൾ അങ്ങനെ കിട്ടിയപ്പം പെട്ടെന്ന് പോയി, സർപ്രൈസാക്കി. പിന്നെ കൂടുതലായിട്ട് നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനൊന്നും ടൈമൊന്നും കിട്ടിയില്ല. കാരണം ഒരു 5 ദിവസത്തെ ലീവേ ഉണ്ടായിരുന്നു. ഫുള്ള് 7 ട്രാവൽ ചെയ്ത ദിവസം ഞാൻ കൂട്ടുന്നില്ല, ഫുൾ 7 ദിവസം. അപ്പം എന്താ പറയുക, പെട്ടെന്ന് തീർന്നു. പിന്നെ അങ്ങനെ ഒരു കാര്യമൊന്നും ഉണ്ടായിട്ടില്ല, പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വെറുതെ പോയതാണ്. നമ്മളെ വെക്കേഷൻ വരുന്ന ടൈം ആയിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. അങ്ങനെ അപ്പോൾ അടിപൊളിയായിരുന്നു. ആ വ്ളോഗ് കാണാത്തവരാണെങ്കിൽ എന്തായാലും കാണണേ. പാർട്ട് 1 പാർട്ട് 2 ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ലാഗ് വരുന്നുണ്ടോ Q&Aയിൽ? സോറി കേട്ടോ, Q&A ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ആഫ്റ്റർ മാരേജ് എന്തൊക്കെ ചേഞ്ചാണ് വന്നിട്ടുള്ളത്? ചേഞ്ച് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ചേഞ്ചൊന്നും വന്നിട്ടില്ല കേട്ടോ എനിക്ക്. പിന്നെ ഒരാളല്ല ഒരു ഫാമിലി കൂടി നമുക്ക് ഇൻക്ലൂഡഡായി. അപ്പം കുറച്ചും കൂടി ഫാമിലി ഒന്ന് എക്സ്പാൻഡ് ചെയ്തു, അതന്നെ. അപ്പം കുറച്ച് ന്യൂ മെമ്പേഴ്സിനെ കിട്ടി. അങ്ങനെ ചേഞ്ച് ആയിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങി, അടിപൊളിയായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെന്താ, ന്യൂ പ്ലേസിലേക്ക് നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. ഞാൻ ഇത്ര വീട് വിട്ട് നിന്നിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ ഒറ്റയ്ക്ക് ഒക്കെ വന്ന് നിൽക്കാനും വർക്കിന് പോകാനൊക്കെ ആയിട്ട് അതൊക്കെ തന്നെ ചേഞ്ച്, അല്ലാതെ വല്ലാതെ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാനും നമ്മളെ കൂടെ നിൽക്കാനും ഒക്കെ ഒരു നമ്മളേതായി മാത്രം ഒരാൾ കിട്ടി. ദാറ്റ്സ് ഓൾ. പിന്നെ ഇതിൽ ഞാൻ ചോദിക്കാത്ത ക്വസ്റ്റ്യൻ, ഞാൻ പറയാത്ത ക്വസ്റ്റ്യൻ, യുവർ ഹസ്ബൻഡ് ഗോ ഔട്ട് വിത്ത് ഹിസ് ഫ്രണ്ട്സ് വിത്തൗട്ട് യു ആൻഡ് ഇഫ് യെസ് ഡസ് യു ഫീൽ സാഡ്? ഒന്നാമത് ക്വസ്റ്റ്യൻ, ഡസ് യുവർ ഹസ്ബൻഡ് ഗോ ഔട്ട് വിത്ത് ഹിസ് ഫ്രണ്ട് വിത്തൗട്ട് യു? പോവാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഒരുമിച്ചുള്ള സമയം കുറേ ഒന്നും കിട്ടാറില്ല. കാരണം ടൈമിങ് ഡിഫറെൻ്റ് ഉണ്ട് വർക്കിൻ്റെ. അപ്പം ഞാനില്ലാത്ത സമയത്ത് ആൾ പോവാറുണ്ട്. എനിക്കങ്ങനെ വിഷമമൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പോവാം, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കൂടുതലും ഞാനും ഉണ്ടാവാറുണ്ട്. പിന്നെ ഇവിടെയുള്ള ദീപകിൻ്റെ ഫ്രണ്ട്സ് ആയാലും അവർക്ക് വൈഫും അങ്ങനെ ഫാമിലി ഉണ്ട്. അപ്പം നമ്മളും കമ്പനിയാണ് അവരായിട്ട്. അപ്പം അവർ കൂടുമ്പം ആ വൈഫ് അവരും വരും, ഗേൾസും വരും. അപ്പം ഞാൻ പോകുമ്പോഴും അങ്ങനെ ചില്ല് ഔട്ട് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ ഇല്ലാത്ത സമയത്താണെങ്കിൽ ആൾ ഒറ്റയ്ക്കും പോവാറുണ്ട്. അതിൽ വിഷമം തോന്നിയിട്ടില്ല. നൈസ് ക്വസ്റ്റ്യൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ക്വസ്റ്റ്യൻ. പിന്നത്തെ ക്വസ്റ്റ്യൻ, സോ യു ടൈപ്പിംഗ് ഫോർ 20 minutes, ഹൂ വാസ് ദാറ്റ് ഫോർ? ഐ ഡോണ്ട് നോ. ഞാൻ ടൈപ്പ് ചെയ്യുന്നത് കണ്ടു പറയുന്നത്, പക്ഷെ അതൊരു ക്വസ്റ്റ്യനാണെന്ന് തോന്നുന്നു അല്ലേ. ഞാനങ്ങനെ ഒരു 20 minute ഒക്കെ ടൈപ്പ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും തല്ലുകൂടിയിട്ടുണ്ടാവണം ആരോടെങ്കിലും. അപ്പം ഞാനൊരു എസ്സേ എഴുതും. അത് കൂടുതലും ദീപകിനോടായിരിക്കും. എന്തെങ്കിലും ഇപ്പം തല്ലുകൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ചിലപ്പോൾ ഞാൻ പിറ്റേ ദിവസത്തേക്ക് മറന്നിട്ടില്ലെങ്കിൽ ഞാൻ അതൊരു എസ്സേ ആയിട്ട് എഴുതാറുണ്ട്. എന്നിട്ട് ടൈപ്പ് ചെയ്തിട്ടിടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്ര 20 minute ഒന്നും ടൈപ്പ് ചെയ്യുന്നില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൂടുതലും ടൈപ്പ് ചെയ്യാറ് ദീപകിന് തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ ആയിട്ട് ഇങ്ങനെ തല്ലുവിടണം. പക്ഷെ ഇപ്പം അങ്ങനെ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ തല്ലുവിടണം. ഇപ്പം അങ്ങനെ തല്ലുവിടാറൊന്നുമില്ല ഫ്രണ്ട്സിനായിട്ട്. അങ്ങനെ ഞങ്ങൾ തല്ലുകൂടി കഴിഞ്ഞാലും അതൊരു കിടക്കുന്നതിനെക്കാട്ടി മുന്നേ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഓക്കെ ആക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട്, വാട്ട് അബൌട്ട് യുവർ ഫ്രണ്ട്സ് എന്ന് വെച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ടാണല്ലേ. എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ടാണെങ്കിൽ ഞാനിപ്പോഴും കുറേ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സിനായിട്ട് ഞാനിപ്പോഴും കണക്റ്റഡ് ആണ്. അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സൊന്നും പോയില്ല. പിന്നെ നമ്മളെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പം ചിലവരൊക്കെ
എന്താ പറയുക, നമ്മൾ അങ്ങോട്ട് എഫോർട്ട് ഇട്ടിട്ട് ഇങ്ങോട്ട് എഫോർട്ട് ഇടാത്ത കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ നമ്മൾ വാഷ് ഔട്ട് ചെയ്തു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് മാത്രം എഫോർട്ട് ഇട്ടിട്ട് ഉള്ള ഒരു റിലേഷൻഷിപ്പ്, അത് ഫ്രണ്ട്സ് ആയാലും ഏതൊരു റിലേഷൻഷിപ്പ് ആയാലും അതിൽ വലിയ കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും എഫോർട്ട് ഇടണം, എന്നാൽ മാത്രമേ ഒരാൾ തന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക തിരിച്ച് ഇങ്ങോട്ടൊരു ഇതും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഇല്ല. അപ്പം അങ്ങനെയുള്ളതൊന്നുമില്ല. അല്ലാത്ത ഫ്രണ്ട്സ് എൻ്റെ ഇപ്പോഴും ചുറ്റുമുണ്ട്. എല്ലാവരെയും വിളിക്കാറുണ്ട്, അവരിങ്ങോട്ട് വിളിക്കാറുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങനെ വിളിക്കാറുണ്ട്. പക്ഷെ ഇവിടെ കുറേ ഒന്നും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പുറത്ത് പോകാനൊന്നും ഇല്ല. പിന്നെ ഇപ്പം ഓഫീസിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അതന്നെ എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ട്. എനിക്ക് +2 അത്ര ഫ്രണ്ട്സ് ഒന്നുമില്ല. ബാക്കി 10th ഫ്രണ്ട്സ് ഒരുപാടുണ്ട്. ഡിഗ്രി PG ഒക്കെ അടിപൊളി ഗ്യാങ്ങൊക്കെ ഉണ്ട്. പിന്നെ ഹൂ വുഡ് യു വിഷ് ടു ടെസ്റ്റ് യു എന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ ആരാണ് എനിക്ക് ഇപ്പം മെസ്സേജ് അയക്കണം എന്ന് ആഗ്രഹിക്കണം, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയൊന്നുമില്ല, ഇപ്പം അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഇപ്പം നമ്മൾക്ക് ഓരോ ആവശ്യമുണ്ടെങ്കിലും ഒക്കെ ചിലപ്പോൾ അങ്ങനെ ഹായ് അയക്കും, അത്ര തന്നെയല്ലേ ഉള്ളൂ. അത് അങ്ങനെ ആരും ഇപ്പം ഞാനങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ആരാണ് എനിക്കിപ്പം മെസ്സേജ് അയക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരും എനിക്കിപ്പം ഇല്ല. ആരും തെറ്റി നിൽക്കുന്നതോ ഒന്നുമില്ല. എല്ലാവരും ലൈവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ Q&A. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അധികം വലിയ Q&A ഒന്നുമല്ല കേട്ടോ, നമ്മൾ ചെറിയ ഫാമിലിയിലായിട്ടുള്ളൂ. അപ്പോൾ അത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളൂ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ചോദിച്ച എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് അഗെയിൻ. എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ആൻസർ പറഞ്ഞു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് വരുന്നേക്കും വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഇത് നടക്കുമെന്ന് തോന്നില്ല. ഞങ്ങൾ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു കേട്ടോ, ഒരു കുഴപ്പമില്ല കേട്ടോ, ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു കേട്ടോ, പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിന്നേ അങ്ങനെ അങ്ങ് പോയാലോ. ഓക്കെ, അപ്പൊ അത് കണ്ടിട്ട് രസമുണ്ട്. രാജാറൊന്നും വേണ്ട, സൂപ്പർ സംഗതിയാണ്. ഓക്കെ അല്ല, ക്യാമറയുടെ മുന്നിൽ, അതുകൊണ്ടാണ്. എല്ലാരും അടിച്ചു കയറി വാ. ക്വാളിറ്റീസ് പറയാം തന്നെ, രണ്ട് ഗുഡ് ക്വാളിറ്റീസ്. ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നങ്ങോട്ട് തന്നാലോ. വേണ്ട, വളരെ നന്നായിട്ടാണ് അവതരിപ്പിക്കുന്നത്. നല്ല ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പറയണ്ടാവില്ലേ, ഒക്കെ ലൈവ് പറഞ്ഞു. ഇതൊക്കെ അപ്പൊ ഓവർ സ്മാർട്ട് ആവുന്നൊന്നല്ല, ഗതികേട് കൊണ്ടാ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ദീപകിന്റെ എഡ്യൂക്കേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എഡ്യൂക്കേഷൻ ഞാൻ ബിടെക് ഇന്റർവ്യൂ ചെയ്തിട്ട് ഇതെന്ത് കോപ്പല്ലേ ചോദ്യം? ഉത്തരം പറഞ്ഞാ പിന്നെയും ചോദ്യവും ഇന്റർവ്യൂവിനുണ്ട്. ഫസ്റ്റ് ഒന്നുകൂടി ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, മുതലാളി വെറുതെ കണകുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം?